പാലക്കാട് തന്നെയാണ്. ടിപ്പു സുൽത്താൻ കോട്ടയുടെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ കഴിക്കാൻ കയറിയത്. പക്ഷേ ഇന്നൊരു വിഷമകരമായ കാര്യം പറയാനുണ്ട്. നമ്മൾ 5 ജില്ല, ഇത് 5ാമത്തെ ജില്ലയാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഇത് 5ാമത്തെ ജില്ലയാണ് പാലക്കാട്. 4 ജില്ലകളിലും നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം പെട്രോൾ പമ്പിൽ നമ്മൾ വണ്ടി ഒതുക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഒതുക്കിക്കോളൂ, നിങ്ങൾക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണോ, എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോളൂ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ചില പമ്പിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുള്ളൂ. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു ഹാഫ് ആകുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ ഫ്യൂവൽ ഫുള്ളാക്കാറുണ്ട്. അപ്പം ചില പമ്പുകളിൽ നമ്മൾ ആക്കാറില്ല, കാര്യം വരുമ്പം തന്നെ ഫുള്ളായിരിക്കും. എന്നാലും അവരവിടെ കിടന്നോളാൻ പറയും, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. പക്ഷേങ്കിൽ പാലക്കാട് വന്നപ്പോൾ മാത്രം വേറെ ഒരു ജില്ലയിലും ഇല്ലാത്തൊരു കാര്യം, പമ്പിലൊന്ന് ഒതുക്കിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല എന്ന് പറയും. നമ്മൾ ആദ്യം ചോദിച്ചൊരു പമ്പിൽ അവർ പറഞ്ഞത് ചീത്ത പറയും എന്നാണ്. അത് നമ്മളെയാണോ, സ്റ്റാഫുകളാണോ പറഞ്ഞത്? അപ്പോൾ നമ്മളെയാണോ ഇനി മുതലാളിമാർ സ്റ്റാഫുകളെ ചീത്ത പറയുമെന്നാണോ പറഞ്ഞതിനകത്ത് ഒരു വ്യക്തത വരാനുണ്ട്. പക്ഷേങ്കിൽ അവർ ഒതുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു പമ്പല്ല, എല്ലാ പമ്പിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മുതലാളിമാരോട് ഡയറക്റ്റ് കയറി ചോദിച്ചപ്പോഴും അവർ പറഞ്ഞ് ഒതുക്കാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷേ എനിക്ക് പാലക്കാടുകാരെ അറിയാവുന്നതുകൊണ്ടും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതുകൊണ്ടും എനിക്ക് ഇവിടെ വന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടത് വെച്ചും ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ്. പക്ഷേങ്കിൽ ഈ പമ്പ് ഉള്ള ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ, പുറത്തു നിന്ന് വരുമ്പോൾ, വിദേശികൾ വരുമ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ച് എന്താണ് കരുതുന്നത്? ഇങ്ങനെയുള്ള പമ്പുകാർ മനസ്സിലാക്കേണ്ട കാര്യം, പുറത്തു നിന്ന് വരുന്ന ഒരാൾക്കാർക്ക് വാഹനം ഒതുക്കാനെങ്കിലുമുള്ളൊരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നേ വരെ നിങ്ങളോട് ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം, അറിയണം, ഈ പമ്പുകാരെ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പുറത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ നാടിനെ, അറിയാത്തവരാണെങ്കിൽ ആ നാടിനെയാണ് കുറ്റം പറയുന്നത്. ഇനിയും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് സൈനിങ് ഔട്ട്, നൗഷാദ്.